ബേൽപൂരിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുണ്ടല്ലോ, പിന്നെ പോയത് അവിടേക്കാണെന്ന് പേരെക്കുറെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി, നമുക്ക് വീഡിയോ ഫുള്ളാണ് കണ്ടോക്കുക. അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ഈ ചുരത്തും കൂടെ ഞാൻ ആദ്യമായിട്ട് കയറാണ്. മൂപ്പരത്തിന് മുമ്പ് കയറിയിരിക്കണം. കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഇതിൽ കൂടെ പോന്നിരുന്നു എന്നാ പറയുന്നത്. ഈ ചുരത്തും കൂടെ ഒക്കെ കടകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാത്തോണ്ട് തന്നെ ഞങ്ങൾ താഴത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ വാങ്ങിയാണ്ടാ പോകുന്നത്. നൈലുവിന്റെ ചേലും കോലം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾ ഊട്ടിക്ക് എത്തിക്കണ്. ഊട്ടിക്ക് എത്തിയപ്പോണ്ടല്ലോ ഏകദേശം 8 മണി 8:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടാണ് റൂമിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നത് അറബിയൻ റെസ്റ്റോറന്റിലേക്ക്. ഇതിന്റെ അപ്പുറത്തും കുറെ കടകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത്. അതങ്ങനെയാണല്ലോ, ഫുഡ് ഉഷാറാവണോടത്ത് തിരക്കുണ്ടാവുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഹാഫ് ഷവായും ക്വാർട്ടർ അൽഫാമും ബട്ടർ നാനൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. പോരുന്ന വയ്ക്കുന്ന ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് കണ്ടാ പോകുന്നത് കേട്ടോ. ഇവിടെ വന്നാൽ ചിലപ്പോൾ തെരഞ്ഞാലൊന്നും കിട്ടിയില്ലെങ്കിലോ. ഞങ്ങളെ റൂമിൽ പോണ വൈക്കൽ കൂടെ ഒക്കെ ഫുള്ള് കോട മൂടി കിടക്കുന്നു. കൊറേ വളച്ചും തിരിച്ചു ഓടിച്ചു. ലാസ്റ്റ് ഞങ്ങൾ റൂമൊക്കെ എത്തി ഗൈസ്. ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അടുത്ത വെറുപ്പിച്ചെല്ലാം ഉറങ്ങി നീച്ചിട്ട് ഞങ്ങൾ നീച്ചപ്പോ തന്നെ കോടന്റെ വൈക്ക് പോയിട്ടോ. വെയിലറച്ചിക്കണെന്നുണ്ടെങ്കിൽ തണുപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. ഈ കണ്ടതാണ് കേട്ടോ ഞങ്ങളെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിനാനി മാറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ്. ഇതിൽ രണ്ടാളും ആദ്യം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ ഇങ്ങാണ്ട് ഇന്നെ കാത്തിക്കാണ്. പിന്നെ അവിടെ ഫുള്ള് നൈലുവിന്റെ കളിയായിരുന്നു. നൈലുവിന് കമ്പനിക്കാരില്ലാത്തതിന്റെ സങ്കടം ഞാൻ മാറ്റിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ പോന്നു ഗൈസ്. ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അങ്ങ് പോവാ. വീഡിയോ എടുക്കട്ടെ. ഇറങ്ങിപ്പോ നോക്ക.
താറാവാണ്. താറാവ് അങ്ങനെ പോവില്ല. നീർക്കാക്കല്ലേ നീർക്കാക്കൻ്റെ കുട്ടികളാണത്. ഓയ് ആണ്ട് ഞാൻ എന്താ അങ്ങോട്ട് അതിനെ പൊരുതി കൂടെ ബോട്ട് ഹൗസിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മലബാർ റെസ്റ്റോറന്റ്, മലയാളികളെ റെസ്റ്റോറന്റ് ആണെന്ന് കേട്ടത്. അവിടെ ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണിയും ക്വാർട്ടർ അൽഫാമോ വാങ്ങിയത്. ഉച്ചക്ക് 2:30 2:45 ആയപ്പോത്തിന് തന്നെ കോട വരൽ തുടങ്ങി. കുറച്ച് മുന്നുണ്ടല്ലോ റീൽസ് കൂടെ ഒക്കെ ആകെ പാറി നടന്നിരുന്ന ബംഗ്ലാവാണ് ആ കാണുന്നത്. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കിയല്ലേ. പിന്നെ ഞങ്ങളുണ്ടല്ലോ പോണ വഴിക്ക് ചായ ഒക്കെ കുടിച്ചുകൊണ്ടാ പോയത്. പിന്നെ ഞങ്ങൾ പോകുന്നപ്പോ ചായപ്പൊടിയും ചോക്ലേറ്റും ഒക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ കയറിയത് അറേബ്യൻ മജ്ലിസിക്കായിരുന്നു. അവിടെ ഞങ്ങൾ കഴിച്ചത് ഒരു ഹാഫ് അൽഫാം മന്തി ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ തന്നെ പോയി കഴിച്ചു. അപ്പൊ ഇനി അടുത്ത വെറുപ്പിക്കലായിട്ട് വീണ്ടും വരാം. വെറുപ്പിക്കൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ.